അമ്മ, ബിന്ദു, മുണ്ടക്കടവ് മുരളി, സുജിത്ത് എന്നിവരും കൂടെയാണ് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കുടിയേറ്റ കർഷകനായ പാതാർ ദേവശ്ശേരി കൃഷ്ണേട്ടനെ 2019 പ്രളയത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട് കടബാധിതരായി തീർന്നു. അദ്ദേഹം ഹൌസിംഗ് ബോർഡിൽ നിന്നും എടുത്ത ലോൺ ജപ്തിയാവുകയും കുടിയിറക്കൽ ഭീഷണി നേരിടുകയും ചെയ്തു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി സാർ 3.5 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും നൽകി കൃഷ്ണേട്ടന്റെയും കുടുംബത്തിന്റെയും രക്ഷകനായി. ഈ രക്ഷകനായ ദൈവദൂതൻ നിലമ്പൂരിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പാരമ്പര്യ കോൺഗ്രസ് കുടുംബമായ കൃഷ്ണേട്ടൻ BJP നേതാക്കളെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. കൃഷ്ണേട്ടനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. താമര പൂച്ചെണ്ടുമായി കൃഷ്ണേട്ടൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണുകയാണ്. കൃഷ്ണേട്ടനും കുടുംബത്തിനും സ്വാഗതം. കൂടെ മകൾ സ്മിത, മരുമകൾ മിനി. നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കുടിയേറ്റ കർഷകനായ പാതാർ ദേവശ്ശേരി കൃഷ്ണേട്ടനെ 2019 പ്രളയത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട് കടബാധിതനായി തീർന്നു. അദ്ദേഹം ഹൌസിംഗ് ബോർഡിൽ നിന്നും എടുത്ത ലോൺ ജപ്തിയാവുകയും കുടിയിറക്കൽ ഭീഷണി നേരിടുകയും ചെയ്തു. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി സാർ 3.5 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും നൽകി കൃഷ്ണേട്ടന്റെയും കുടുംബത്തിന്റെയും രക്ഷകനായി. ഈ രക്ഷകനായ ദൈവദൂതൻ നിലമ്പൂരിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പാരമ്പര്യ കോൺഗ്രസ് കുടുംബമായ കൃഷ്ണേട്ടൻ BJP നേതാക്കളെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. കൃഷ്ണേട്ടനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. താമര പൂച്ചെണ്ടുമായി കൃഷ്ണേട്ടൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണുകയാണ്. കൃഷ്ണേട്ടനും കുടുംബത്തിനും സ്വാഗതം. പ്രിയമുള്ളവരെ, വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ നിലമ്പൂരിന്റെ പൊതുമണ്ഡലത്തിൽ ചിരപരിചിത മുഖം. മണ്ണിനോടും മലയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നുവിളയിക്കുന്ന മലയോര കർഷകരുടെ പ്രതിനിധി. കാലത്തിന്റെ ചുവരെഴുത്ത് തിരിച്ചറിഞ്ഞ് നരേന്ദ്രഭാരതത്തിന്റെ വികസന മുന്നേറ്റത്തിനൊപ്പം BJPയിൽ അണിനിരന്ന നേതാവ്. നിലമ്പൂരിന്റെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജീവനും സ്വത്തും കൃഷിഭൂമിയും നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അത്താണിയാവാൻ 2019 പ്രളയത്തിൽ ഊരും കുടിലും സർവസ്വവും നഷ്ടപ്പെട്ട ആദിവാസി ജീവിതങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ 3 പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ, നിലമ്പൂരിൽ പൂട്ടിക്കിടക്കുന്ന ഏക തൊഴിൽ സംരംഭം തുറന്നുകൊടുക്കാൻ നിലമ്പൂരിലെ പ്രമുഖ അഭിഭാഷകനും സാമൂഹിക സേവന രംഗത്തെ നിറസാന്നിധ്യവുമായ NDAയുടെ കരുത്തരായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.